ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയും ആദിത്യനും ചേർന്ന് വസന്തരാമയും ശ്രീകുട്ടിയും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശ്രീകുട്ടിയെ ഡോക്ടർ പരിശോധിക്കുവാനായിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആകെ തളർന്നവശയായ വസന്തരാമ ആ ചെയറിലേക്ക് ഇരുന്നു. ഈ സമയത്ത് ശ്യാമയും ആദിത്യനും വസന്തരാമയെ സമാധാനിപ്പിച്ച് കൂടെ നിന്നു. അപ്പോഴേക്കും വസന്തരാമ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എന്റെ ശ്രീകുട്ടി, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന വസന്തരാമയെ നോക്കി ആദിത്യം പറഞ്ഞു, അമ്മേ പേടിക്കണ്ട, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയല്ലോ, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, മോൾക്ക് ബോധം പോയി എന്ന് മാത്രമേ ഉള്ളൂ, അത് പേടിച്ചിട്ടാവും, അമ്മ വിഷമിക്കാതെ എന്നിങ്ങനെ വസന്തരാമയെ ആദിത്യൻ സമാധാനപ്പെടുത്തുമ്പോ പെട്ടെന്ന് ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ശ്യാമ ഫോൺ എടുത്തു നോക്കി ആകെ സംശയത്തോടെ നിന്നു. ശ്യാമയുടെ ഫോണിലേക്ക് വിവരങ്ങൾ അറിയുവാനായി ഐശ്വര്യ വിളിച്ചതായതുകൊണ്ട് ശ്യാമ ആകെ ആശങ്കപ്പെട്ടു. അല്ല, എന്തിനായിരിക്കും ഐശ്വര്യയെടുത്തി ഇപ്പൊ എന്നെ വിളിച്ചത്? എന്ത് കാര്യം അറിയാനായിരിക്കും എന്ന് ആലോചിച്ച് ശ്യാമ ആശങ്കയോടെ ആ കോൾ എടുക്കണോ വേണ്ടതെന്ന് അല്പനേരത്തേക്ക് ചിന്തിച്ചു. ഈ സമയത്ത് ആദിത്യനും വസുന്ധരാമയും ശ്യാമ കോൾ എടുക്കാൻ മടിക്കുന്ന കാരണം എന്താണെന്നറിയാൻ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും ഐശ്വര്യ വളരെ പ്രതീക്ഷയോട് ചോദിച്ചു, ശ്യാമിനി എവിടെയാ, ഹോസ്പിറ്റലിലാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ശ്യാമ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോ ഐശ്വര്യ പറഞ്ഞു, അല്ല, നീ ചെക്കപ്പിനോ മറ്റോ ഹോസ്പിറ്റലിൽ പോയതാണെന്ന് അറിയാൻ വിളിച്ചതാ, ഞാൻ പുറത്താണ് എന്ന് ശ്യാമ മറുപടി നൽകുമ്പോ ഉടനെ ഐശ്വര്യ പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചതാ കേട്ടോ, നീ പുറത്ത് ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അന്വേഷിച്ചതേ ഉള്ളൂ, അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടായി ഹോസ്പിറ്റലിൽ പോയാലോ, പിന്നെ അത് മാത്രമല്ല വല്ല വണ്ടിക്കൊക്കെയല്ലേ പോകുന്നത്, അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നൊക്കെ ഐശ്വര്യ സംശയത്തോടെ ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ ചോദിച്ചു, അല്ല എന്താ ഐശ്വര്യടുത്തി അങ്ങനെ പറഞ്ഞത്, ഐശ്വര്യടുത്തിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം എന്ന് ശ്യാമ അന്വേഷിച്ചു. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, ഒന്നുമില്ല ശ്യാമേ, ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അല്ല ഇപ്പൊ ഇങ്ങനെ ഐശ്വര്യടുത്ത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും ശ്യാമയോട് ഐശ്വര്യ കളവ് പറഞ്ഞു, അതെ ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യം പലർക്കും ഉണ്ടാവുമല്ലോ, പിന്നെ ഈ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിളിച്ച് ചോദിച്ചതാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ഞാൻ പിന്നീട് വിളിച്ചോളാം, എടുത്തു വെച്ചോ എന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്തതോടെ ഐശ്വര്യക്ക് ആകെ ടെൻഷനായി. അല്ല, ഇനി ആ ശ്യാമയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ, അതാണോ അവൾ ഫോൺ കട്ട് ചെയ്തത്? അല്ല, ഇനിയിപ്പോ സംശയം തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നും തന്നെ ഇല്ല, ആ വസന്തരാമയ്ക്കും ആ ശ്രീകുട്ടിക്കും എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനുള്ള ആകാംക്ഷ കൂടിയത് കൊണ്ടാണ് ഞാനിപ്പോ ഫോൺ ചെയ്തത്. എന്തായാലും അപകടം സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ് എന്ന് ഐശ്വര്യ സന്തോഷിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയുടെ മനസ്സിൽ സംശയങ്ങൾ മുളപൊട്ടുന്നു. സംശയത്തോടെ ശ്യാമ ആലോചിച്ചു, അന്ന് അഖിൽ സാറും താനും തിരിച്ചു വന്നപ്പോ അവിടെ കാറിന്റെ ബ്രേക്കിന്റെ നട്ടുകളൊക്കെ ഊരിക്കിടക്കുന്നത് അത് കാറിന്റെ നട്ടാണെന്ന് മനസ്സിലാക്കി വസുന്ധരാമയുടെയും മോളുടെയും പിന്നാലെ പോകാനൊക്കെ ശ്രമിച്ചതും ഒക്കെ ആലോചിച്ച് ശ്യാമ എല്ലാം കൂട്ടി വായിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വസുന്ധരാമ പറഞ്ഞത്, എന്തായാലും മോൾക്ക് ഒന്നും സംഭവിക്കാതിരുന്നാ മതി, എന്റെ ശ്രീകുട്ടി, അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് വസുന്ധരാമ പ്രാർത്ഥിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലമ്മേ. അപ്പോഴാണ് ആദിത്യം പറഞ്ഞത്, മോൾക്ക് പെട്ടെന്ന് ബോധക്കേടുണ്ടായതല്ലേ, അത് വേറൊന്നും കൊണ്ടായിരിക്കില്ലമ്മേ, പേടിച്ചിട്ടാവും എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതെ, മോൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും വസുന്ധരാമ പറഞ്ഞു, കാറിൽ ഞാൻ മോളെ എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് അടക്കി പിടിച്ച ഞാൻ ഇരുന്നത്, മോൾക്ക് വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് വസുന്ധരാമ പറയുമ്പോ പെട്ടെന്ന് അകത്ത് നിന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ വന്ന് പറഞ്ഞു, മോൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ, മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ വസുന്ധരാമയും ആദിത്യനും ശ്യാമയും ഒരുപോലെ അവർ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഉടനെ ശ്യാമ ചോദിച്ചു, അല്ല മേഡം, മോൾക്ക് പെട്ടെന്ന് ബോധക്കേട് വന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടറോട് അന്വേഷിച്ചതും ഡോക്ടർ പറഞ്ഞു, അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടിയെ പേടിച്ചു പോയിരുന്നു, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതിപ്പോ കുട്ടിക്ക് പെട്ടെന്നൊരു ആഘാതമായി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. എന്നാ ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ എന്ന് ശ്യാമ അന്വേഷിച്ചതും, അതെന്താ, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് ശ്യാമയോടും വസരാമയോടും ആയത്തിനോടും കുഞ്ഞിനെ പോയി കണ്ടോളാൻ അറിയിച്ചു. അവർ മൂന്നുപേരും വേഗം ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തി. മോളെ ശ്രീകുട്ടി, മോള് പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ്
വസുന്ധരാമ അരികിലേക്ക് ചെന്ന് എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് മോളുടെ കവിളത്തൊരു ഉമ്മ കൊടുത്തപ്പോ ശ്രീകുട്ടി പറഞ്ഞു, മുത്തശ്ശി മുത്തശ്ശി പേടിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ മുത്തശ്ശി പേടിക്കാതെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ പൊന്നുമോള് എന്ന് പറഞ്ഞ് വസുന്ധരാമ ചേർത്ത് അങ്ങനെ പിടിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ എത്തി. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ, പ്രത്യേകിച്ച് മെഡിസിനിന്റെ ആവശ്യമൊന്നുമില്ല, മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ആ ടെൻഷന്റെ ആ പേടി കൊണ്ട് മാത്രം ബോധക്കേടുണ്ടായതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ചെക്കപ്പ് ഉണ്ട് കേട്ടോ, കാരണം ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ടാണ്, ഒരു ഫോർമാലിറ്റിക്ക് എന്ന് പറഞ്ഞപ്പോൾ വസുന്ധരാമ പറഞ്ഞു, അതിനെന്താ പ്രശ്നമില്ല ഡോക്ടർ, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നറിയിച്ചു. എന്നാൽ ശരി, ഞാൻ ക്യാബിനിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ വസുന്ധരാമയും ശ്യാമ വേഗം നോക്കിയിട്ട് പറഞ്ഞു, അമ്മയും ശ്രീകുട്ടിയും കൂടി ആദിയേട്ടൻ്റെ കൂടെ വന്നേക്ക്, അമ്മയുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ആദിയേട്ടൻ്റെ കൂടെ വന്നേക്ക്, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം. അത് കേട്ട ഉടനെ വസുനാമ ചോദിച്ചു, അതെന്താ മോളെ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചു, എന്താ ശ്യാമേ, എന്താ ഇത്ര തിടുക്കത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട് ഏട്ടാ, ഞാൻ പറയാം, ഏട്ടൻ എന്തായാലും അമ്മയുടെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ശ്രീകുട്ടിയുമായി വീട്ടിലേക്ക് വന്നേക്ക് എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് ഐശ്വര്യ അവിടുത്തെ വിവരങ്ങളൊന്നും അറിയാത്തതിന്റെ ടെൻഷനിലായിച്ചു. എന്തായാലും ആ വസുന്ധരാമയുടെയും ശ്രീകുട്ടിയുടെയും ജീവൻ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ അതൊന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ, അപകടം ഉണ്ടായെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ മനസ്സിലങ്ങനെ ആലോചിച്ച് ഐശ്വര്യ നിൽക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് ഐശ്വര്യയുടെ ശബ്ദം കേട്ടു. ഹലോ ശ്യാമ, ശ്യാമ കേൾക്കുന്നുണ്ടോ? അമ്മയ്ക്കും മോൾക്കും എന്താ സംഭവിച്ചത്? എന്റെ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? രണ്ടുപേർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്യാമയുടെ മറുപടി കേട്ട്, സത്യമാണോ ശ്യാമേ, നീ എന്താ യാത്രയിലാണോ, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ അശ്വതി അന്വേഷിച്ചു. അശ്വതിക്ക് അവസാനം ഫോണിന്റെ റേഞ്ച് കിട്ടാറായതോടെ ഹലോ ശ്യാമേ ശ്യാമേ എന്ന് പറഞ്ഞ് കോള് കെട്ടായി. ആകെ നിരാശയോടെ അശ്വതി വാതുക്കെ വന്ന് നോക്കുകയാണ്. എന്റെ ഈശ്വര, എന്റെ മോൾക്ക് ഒരാപത്തും വരുത്തരുതേ, എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതേ, അമ്മയും കാത്തോണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അശ്വതി നിൽക്കുമ്പോൾ ഐശ്വര്യ അപ്പുറത്ത് മറിഞ്ഞെന്ന് ആ കാഴ്ച കണ്ടു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആരുമില്ല, ഈ വീട്ടിൽ ഇപ്പോ അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ല. ഇതുപോലൊരു അവസരം കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണോ? ഇവള് തനിച്ചല്ലേ ഇവിടെയുള്ളൂ, ഈ അശ്വതി. അവള് ഈ ഐശ്വര്യ ആരാണെന്ന് അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അശ്വതിയെ ഉന്നം വെച്ച് ഐശ്വര്യ പിന്നാലെ എത്തി. ഐശ്വര്യ ഇത് തന്റെ പിന്നിൽ വന്ന് നിൽക്കുന്നത് അറിയാതെ ആകെ ഭയന്ന് വിറച്ച് അശ്വര്യ അങ്ങ് നിൽക്കുമ്പോൾ ഐശ്വര്യ അരികിലെത്തിയിട്ട് പറഞ്ഞു, നീ പേടിക്കണടി, ഇന്ന് നിന്റെ മകളുടെ ജീവൻ പോകും, നീ നോക്കിക്കോ. ഇനി ഇവിടെ എല്ലാവരും ഒരു കൂട്ടക്കരച്ചിലേക്കാണ് കാര്യങ്ങൾ എത്തുക. ഇന്ന് ഒറ്റയൊരെണ്ണം ഇനി ഈ വീട്ടിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോകുന്നില്ല. നീ എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തില്ലേ, എന്റെ അരുണിനെ നീ സ്വന്തമാക്കാൻ നോക്കുകയല്ലേ? അരുണെ എന്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്. ഈ വീട്ടിലേക്ക് കത്തിച്ച നിലവിളക്കും കയ്യിൽ പിടിച്ച് വലതുകാൽ വെച്ച് കയറി വന്നവളാണ് ഞാൻ. അതിന്റെ ഒരു അവകാശവും അധികാരവും എന്താണെന്നും അതിന്റെ വേദന എന്താണെന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കാരണം നിനക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അരുണിനെ നീ സ്വന്തമാക്കാൻ ശ്രമിക്കുകയല്ലേ, ഞാൻ നിനക്കതിനെ അനുവദിക്കില്ല. അങ്ങനെ നീ എന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിൽ ഞാൻ ഇപ്പോൾ ഒരു അന്യയെ പോലെ ആയി കഴിഞ്ഞു. എല്ലാവരും ഈ വീട്ടിലേക്ക് അരുണിന്റെ ഭാര്യയായി എന്നെ സ്വീകരിച്ചവരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോ എന്റെ ഭർത്താവിനും എന്നെ വേണ്ട. എല്ലാവർക്കും നീയാണല്ലോ അരുണിന്റെ ഭാര്യയായിട്ട് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. എല്ലാവർക്കും നിന്നെയും നിന്റെ മകളെയും മാത്രം മതിയല്ലോ. എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തതിന്റെ വേദന എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നെ ഇതുപോലൊരു ഭർത്താവ് ഉള്ളപ്പോ അയാളെ മറ്റൊരു പെണ്ണ് ഇതുപോലെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോ എന്താ വേദന ഉണ്ടാകുക എന്ന് അപ്പോൾ അങ്ങനെ ഒന്ന് നീ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാകും. എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഒരിക്കലും ഒരു കാലത്തും നിനക്ക് സമാധാനത്തോടെ ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിന്റെ മകളുടെ ജീവൻ അതിനി നീ നോക്കണ്ട. ആ മകൾ ഇനി നിന്റെ അരികിലേക്ക് വരാൻ പോകുന്നില്ല. ഇനി നിന്നെ ഞാനും ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് എന്റെ അരുണിനെ തട്ടിയെടുക്കാൻ നോക്കിയ നീ ഇനി ജീവനോടെ വേണ്ട എന്ന് പറഞ്ഞ് അശ്വതിയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് ഐശ്വര്യ. നിന്നെ ഞാൻ കൊല്ലുവിടി എന്ന് പറഞ്ഞ് അശ്വതിയുടെ കഴുത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഐശ്വര്യ നിൽക്കുമ്പോൾ ഐശ്വര്യ എന്നെ വിട് എന്ന് പറഞ്ഞ് അശ്വതി ബഹളം വയ്ക്കുകയും ആ സമയത്ത് അവിടേക്ക് ശ്യാമ വന്നു കയറുന്നു. ശ്യാമ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അശ്വതിയെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അശ്വതി തനിക്ക് ശ്വാസം കിട്ടാതെ കണ്ണു മിഴിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു.
പെട്ടെന്ന് എന്താ ഇവിടെ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഐശ്വര്യ ആ ചോദ്യം കേട്ട് വേഗം ഞെട്ടിത്തെറിച്ച് ഐശ്വര്യ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. ഓ ശ്യാമയോ, അതെ, ഞാൻ ഈ ഷോക്കേസ് ഒക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയല്ലേ, ഒക്കെ വൃത്തിയാക്കാൻ ഞാൻ ഐശ്വര്യയോട് പറയുകയായിരുന്നു. ഇനി ഓണമൊക്കെ വരികയല്ലേ, അതുകൊണ്ട് ഐശ്വര്യക്ക് ആണെങ്കിൽ ഇതൊന്നും പരിചയമില്ലല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അല്ലേ ഐശ്വര്യ എന്ന് ചോദിച്ച് ഐശ്വര്യ കയ്യിൽ പിടിച്ചതും ഐശ്വര്യ വേഗം ഐശ്വര്യയുടെ കൈ തട്ടി മാറ്റി വേഗം ശ്യാമയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ശ്യാമേ, നീ കൃത്യസമയത്താ വന്നത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഐശ്വര്യ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഐശ്വര്യയെ കലിയോടെ ശ്യാമ നോക്കുന്നു. അല്ല, എന്താ ശ്യാമേ, നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? എന്താ നീ ഹോസ്പിറ്റലായിരുന്നില്ലേ? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാം എന്താ പ്രശ്നമെന്നും എന്താ സംഭവിച്ചതെന്നൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ശ്യാമ വേഗം ഐശ്വര്യയെ വിളിച്ചുകൊണ്ട് പോന്നു. ഐശ്വര്യ ചേച്ചി ഇങ്ങി വന്നേ എന്ന് പറഞ്ഞപ്പോ ഉടനെ ഐശ്വര്യ ചോദിച്ചു, ശ്യാമേ, എന്താ എന്താ സംഭവിച്ചത്? നീ എന്താ എന്നോടൊന്നും പറയാത്തത്? പറ ശ്യാമേ എന്ന് പറഞ്ഞ് ഐശ്വര്യ ബഹളം വെച്ചതും അശ്വതി ശ്യാമയുമായി പോകുന്ന സമയത്ത് അശ്വതി ചോദിച്ചു, ശ്യാമേ, എന്താ എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ചേച്ചി വാ എന്ന് പറഞ്ഞ് അശ്വതിയും വിളിച്ചുകൊണ്ട് ശ്യാമ വേഗം പോയി. ഈ സമയത്ത് ഐശ്വര്യക്കാകെ സംശയമായി. ദൈവമേ, എന്താ അവളുടെ മനസ്സിൽ എന്തോ സംശയം തോന്നിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ശ്യാമ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും ശ്യാമയ്ക്ക് ഇങ്ങനെ സംശയം തോന്നിയെങ്കിലും ശ്യാമയെ അവളുടെ ആ സംശയം ബലപ്പെടുത്താതിരുന്നാൽ മതി. അത് മാത്രമല്ല, അവൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ, അത് മൈൻഡ് ചെയ്യാതെ എന്റെ അഭിനയം അത് ഭംഗിയായി അങ്ങ് തുടർന്നാൽ മതി. എന്റെ അഭിനയത്തിൽ അവൾ വീണോളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്റെ അഭിനയമല്ലേ എന്നൊക്കെ സ്വയം അഹങ്കരിച്ച് ഐശ്വര്യ അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയെ അശ്വതിയും വിളിച്ചുകൊണ്ട് നേരെ ആ CCTV ഫോട്ടേജിന്റെ ദൃശ്യങ്ങൾ കാണാനായി നേരെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ അരികിലേക്ക് എത്തി. അപ്പോഴാണ് അവിടെ CCTVയുടെ വന്നിരിക്കുന്ന ആ വിഷ്വൽസ് കാണാൻ ശ്യാമ വേഗം റൂമിലേക്ക് കയറിയതും അശ്വതിയോട് പറഞ്ഞു, അശ്വതി ചേച്ചി ആ ആ വാതിലങ്ങ് അടച്ചേക്ക്. അത് കേട്ട അശ്വതി വേഗം വാതിലടച്ചു. ഈ സമയത്ത് ഐശ്വര്യ പിന്നാലെ അവിടെ ആ റൂമിന് വാതിക്കലേക്ക് എത്തി. എന്നിട്ട് അകത്തന്നെ സംസാരിക്കുന്ന അറിയാനായി അവിടെ നിന്ന് കാതോർത്തു. ഈ സമയത്ത് ശ്യാമ CCTV ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്തു. ഐശ്വര്യ ചോദിച്ചു, എന്താ എന്താ ശ്യാമയെന്ന് ചോദിച്ചിട്ടും ചേച്ചി നോക്കിക്കും, അന്ന് നമ്മുടെ ശ്രീകുട്ടിയുടെ ദേഹത്തേക്ക് പൂച്ചട്ടിയിട്ട് അന്ന് ഐശ്വര്യ എടുത്തി ശ്രീകുട്ടിയെ അഭയപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? അന്ന് എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ഈ കുടുംബത്തെ ആരുടെയെങ്കിലും നേരെ അവരിനിയും നടത്തുമെന്ന്. അതുകൊണ്ട് തന്നെ അവരറിയാതെ, മറ്റാരും അറിയാതെ ഞാൻ ഇവിടെ CCTV അറേഞ്ച് ചെയ്ത്, അതുകൊണ്ട് തന്നെ അക്കാര്യം കൃത്യമായി തന്നെ ഫലം കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വസുന്ധരാമയും ശ്രീകുട്ടിയും പോയ ആ കാറിലെ ബ്രേക്ക് ഒരു മെക്കാനിക്കിനെ വിളിച്ച് ഐശ്വര്യ അത് അഴിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ അവർ ആ CCTVയിലൂടെ കണ്ടു. ഇത് കണ്ടതോടെ അശ്വതി ആകെ തകർന്നു. ശ്യാമ എന്റെ മോള് എന്ന് പറഞ്ഞപ്പോ അശ്വതിയെ സമാധാനപ്പെടുത്തിയ ശ്യാമ പറഞ്ഞു, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ലേ ചേച്ചി? പിന്നെ അമ്മയുടെ നേരെ ഇങ്ങനെ ഒരു നീക്കം നടത്തും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മയെ വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതുപോലെ ഒരു നീക്കം അമ്മയ്ക്ക് നേരെ അവർ നടത്തിയത് അത് ഭയങ്കര ചതിയായിപ്പോയി. എന്തായാലും ഇനി ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും നേരെ അവരിതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം. ഇത് അവർക്കെതിരെയുള്ള വ്യക്തമായ എവിഡൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ അച്ഛനും അമ്മയും ഏട്ടന്മാരും എല്ലാവരും ഇത് കൃത്യമായി കാണട്ടെ. അശ്വതി ചേച്ചി വാ, ഇതെല്ലാവരെയും നമുക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതെല്ലാം കേട്ടതോടെ അശ്വതി ചോദിച്ചു, ശ്യാമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എനിക്കാണെങ്കിൽ കൈയും കാലും വല്ലാതെ വിറയ്ക്കുന്നു. ശ്യാമേ, നിനക്കിതൊക്കെ എങ്ങനെ ഇതുപോലൊക്കെ നേരിടാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു, ചേച്ചി, ഇവിടെയുള്ളവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് വേണ്ടപ്പെട്ടവരുമാണ്. അങ്ങനെ ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ട് ഞാൻ മാത്രം ജീവനോടെ ഇരുന്നിട്ട് എന്താ ചേച്ചി കാര്യം? എന്തായാലും എന്റെ കണ്ണന്റെ അനുഗ്രഹത്താൽ ഈ വീട്ടിലുള്ളവർക്കാർക്കും ഒരാപത്ത് സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇതിനുള്ള ശിക്ഷ അവർക്ക് നേടിക്കൊടുത്തേ തീരൂ. അങ്ങനെ അവരെ വെറുതെ വിട്ടാൽ പാടില്ലല്ലോ. അതുകൊണ്ട് എന്താ വേണ്ടെന്ന് എനിക്കറിയാം ചേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഹലോ പോലീസ് സ്റ്റേഷൻ, ഇത് ആനന്ദ നിലത്തിൽ നിന്ന് ശ്യാമയാണ് എന്ന് പറഞ്ഞതും ഉടനെ അവർ ശ്യാമയെ
പരിചയപ്പെടുന്നു. ശ്യാമ അതെ, ഗായികയായ ശ്യാമ തന്നെയാണ് ഞാൻ എന്ന് ശ്യാമ പറയുകയും ഉടനെ പോലീസിനോട് വ്യക്തമായി കാര്യങ്ങൾ ശ്യാമ അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശരിയെന്ന് പറഞ്ഞ് അവർ ഫോൺ വയ്ക്കുന്നു. ഈ സമയത്ത് പുറത്തു നിന്ന ഐശ്വര്യ അകത്തെന്താ സംസാരം എന്നറിയാനേ പതിയെ കാതോർത്തു. എന്നിട്ടും എന്താ അവിടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഐശ്വര്യയ്ക്ക് കഴിയുന്നില്ല. അവസാനം ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതും ശ്യാമ വേഗം തന്റെ മൊബൈൽ ഫോൺ അവിടെ വെച്ചത് ഐശ്വര്യയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വാതിക്കൽ ഐശ്വര്യ കാത്തു നിൽക്കുകയായിരുന്നു. ശ്യാമയും ഐശ്വര്യയും കൂടി പുറത്തേക്ക് വരുന്ന കണ്ട് ശ്യാമയുടെയും ഐശ്വര്യയുടെയും മുന്നിൽ പെടാതിരിക്കാനായി വേഗം വെപ്രാളപ്പെട്ട് ഐശ്വര്യ പിന്നിലേക്ക് മാറിയതും രണ്ടുപേരും പുറത്തേക്കിറങ്ങി ദേഷ്യത്തോടെ ഐശ്വര്യ നോക്കി. ഐശ്വര്യ ഇരുവരുടെ നോട്ടം കണ്ട് എന്താ ശ്യാമേ, ആദ്യമായിട്ട് എന്നെ കാണുന്ന പോലെ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ എന്താ കാര്യം ശ്യാമ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ ഐശ്വര്യ പറഞ്ഞു, ചേച്ചി വാ, എന്താ നമുക്കറി ചെയ്യാവല്ലോ എന്ന് പറഞ്ഞു ഐശ്വര്യയും വിളിച്ചുകൊണ്ട് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ ഐശ്വര്യക്കാകെ സംശയമായി. അല്ല, ഈ ശ്യാമ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ ആ ബ്രേക്ക് അഴിച്ചു മാറ്റിയ കാര്യമൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? അവൾക്ക് സംശയം കാണുമായിരിക്കും, അവൾ അങ്ങനെയാണല്ലോ. അവളുടെ എന്ത് സംശയമാണേലും അതൊക്കെ എന്റെ അഭിനയത്തിന് മുന്നിൽ അവളുടെ സംശയങ്ങളൊക്കെ നിഷ്പ്രഭമായി പോയിക്കോളും. അഭിനയിക്കാൻ ഞാൻ മിടുക്കിയാണല്ലോ എന്നൊക്കെ ഐശ്വര്യ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാതുക്കൽ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ശ്യാമയും ഐശ്വര്യയും കൂടി അവിടേക്ക് എത്തിയതും വസന്തരാമയെയും ശ്രീകുട്ടിയെയും കാറിൽ നിന്ന് പതിയെ പിടിച്ചിറക്കുകയാണ് ആദിത്യൻ. രണ്ടുപേരും കൂടി കാറിൽ നിന്നിറങ്ങിയതും ഇരുവരെയും വിളിച്ചുകൊണ്ട് ആദിത്യൻ രണ്ടുപേരെയും കൂട്ടി വേഗം ആനന്ദ നിലയത്തിലേക്ക് കയറുന്നു. ഈ കാഴ്ച കണ്ട ഐശ്വര്യ ആകെ കലിയോടെ നോക്കി. അപ്പോഴേക്കും ശ്രീകുട്ടി ഐശ്വര്യയെ കണ്ടതും അമ്മേ എന്ന് വിളിച്ച് വേഗം ഐശ്വര്യയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് ഐശ്വര്യയെ ശ്രീകുട്ടിയുടെ കവിളത്തും മുഖത്തും എല്ലാം മാറി മാറി ഉമ്മ കൊടുക്കുമ്പോൾ വസന്തരാമയുടെ അരികിലേക്ക് ശ്യാമയും എത്തി. ശ്യാമ വസന്തരാമയെ വന്ന് കയ്യിൽ ശ്യാമ കൈ കടന്ന് പിടിച്ചിടും അമ്മയെന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ അമ്മയെ ചേർത്ത് നിർത്തി. ഈ സമയത്ത് ശ്രീകുട്ടിയുടെയും ഐശ്വര്യയുടെയും ആ സ്നേഹം അവർ മൂന്നുപേരും നോക്കി നിന്നു. അപ്പോഴേക്കും ശ്യാമ വസന്തരാമയോട് ചോദിച്ചു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും വസന്തരാമ പറഞ്ഞു, ഇല്ല മോളെ ശ്യാമേ, നിന്റെ സാന്നിധ്യവും നിന്റെ കണ്ണന്റെ അനുഗ്രഹവും കണ്ണന്റെ കരുതലും എപ്പോഴും നമുക്ക് ഒപ്പമുണ്ടായിരുന്നത് കൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിൽ എനിക്കോ ശ്രീകുട്ടിക്കോ ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ശ്രീകുട്ടി അപ്പോഴേക്കും ഡ്രൈവർ അങ്കിളിന് കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോളെ, അങ്കിളിനും പ്രശ്നമൊന്നുമില്ല എന്ന് അവർ സമാധാനപ്പെടുത്തി. ഈ സമയത്ത് വസന്തരാമയും വിളിച്ച് ശ്യാം അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് വാതിക്കലേക്ക് വന്നിരുന്നത്. വസന്തരാമയും ആദിത്യനും അതിശയത്തോടെ നോക്കി. അല്ല, ഇതെന്താ പോലീസ് ജീപ്പൊക്കെ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ശ്യാമ പറഞ്ഞു, അതൊക്കെ ഉണ്ടമ്മേ, കൃത്യസമയത്ത് പോലീസുകാർ വരേണ്ട കാര്യം ഉണ്ടായിരുന്നമ്മേ എന്ന് ശ്യാമ പറയുമ്പോൾ അകത്ത് നിന്ന് ഐശ്വര്യ പെട്ടെന്ന് ആലോചിച്ചു, ആഹാ, ഇത് എനിക്ക് പ്രൊട്ടക്ഷൻ തന്ന മേഡം തന്നെയാണല്ലോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കൊള്ളാം, എന്തായാലും കൃത്യസമയത്ത് മേഡം എവിടേക്ക് എത്തി. ഇവിടെ ശ്യാമയും വസന്തരാമയും ഒക്കെ എന്നോട് കാണിക്കുന്ന ക്രൂരത കൃത്യമായി മേഡത്തെ പറഞ്ഞു ധരിപ്പിക്കണം. മേഡത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകട്ടെ, മേഡം എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ. ഇവരെന്നോട് കാണിക്കുന്ന ക്രൂരത ശരിക്കും മേഡം അറിയട്ടെ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വേഗം സിയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വേഗം തന്നെ അകത്തേക്ക് സി കയറുന്നു. ഈ സമയത്ത് പിന്നാലെ വസന്തരാമയും ആദിത്യനും ശ്യാമയും കൂടി അവിടേക്ക് എത്തി. അപ്പോഴാണ് ഹാളിൽ നിൽക്കുന്ന ഐശ്വര്യയെ കണ്ടത്. ഐശ്വര്യ വേഗം വളരെ സന്തോഷത്തോടെ, ഹലോ മേഡം, മേഡം വീണ്ടും എത്തിയല്ലോ അല്ലേ, എന്നെക്കുറിച്ച് വിവരങ്ങൾ അറിയാനായിട്ട്. മേഡം, ഇവരെന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം എന്നോട് കാണിക്കുന്ന ക്രൂരത എന്താണെന്ന് മേഡം അറിയണം. എൻ്റെ ഭർത്താവിനാണെങ്കിൽ എന്നോട് വല്ലാത്ത അവഗണനയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല മേഡം. അതുമാത്രമല്ല, എൻ്റെ ഭർത്താവ് അയാളുടെ പുതിയ ഭാര്യ എന്ന നിലയ്ക്ക് ആ നിൽക്കുന്ന അശ്വതിയെയും മകളെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് മേഡം. ഇതിനെ വീട്ടിലുള്ള എല്ലാവരും ഒത്താശ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു മേഡം എന്നൊക്കെ ഐശ്വര്യ സിയുടെ മുന്നിൽ നിന്ന് വളരെ വിഷമത്തോടെ വിവരങ്ങളൊക്കെ പറയുന്നു. മേഡം, അവളെയും ആ മോളെയും എത്രയും വേഗം ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം മേഡം. അവരെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം മേഡം എന്നൊക്കെ ഐശ്വര്യ ആവശ്യപ്പെട്ടു. മേഡം, എൻ്റെ ഇവിടുത്തെ അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ് മേഡം. മേഡത്തിന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ എന്നോടുള്ള പെരുമാറ്റം പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് മേഡം. അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടിച്ചിറക്കണം മേഡം എന്നൊക്കെ ഐശ്വര്യ സിയോട് ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞതും പാവമായ എന്നോടുള്ള ഇവരുടെ അവഗണനയും ഇവരുടെ പ്രവൃത്തികളും മേഡത്തിന് നേരിട്ട് കാണാമല്ലോ. മേഡത്തിനോട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് മേഡം എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞു.
എല്ലാം കേട്ടതിന് ശേഷം സി പറഞ്ഞു, എല്ലാം എനിക്ക് മനസ്സിലായി. എന്താ ചെയ്യേണ്ടെന്ന്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും വ്യക്തമായി മനസ്സിലാക്കണല്ലോ. എന്നിട്ട് വേണ്ടേ നടപടിയെടുക്കാൻ എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യയ്ക്കാകെ സംശയമായി. അല്ല മേഡം എന്താ എന്തൊക്കെയോ മനോവെച്ച് സംസാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോ വേഗം സി തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. ഐശ്വര്യ ആകെ ഭയന്നങ്ങനെ നിൽക്കുമ്പോ ശ്യാമ പുഞ്ചിരിയോടെ ഐശ്വര്യ നോക്കി. അപ്പോഴേക്കും മേഡം തന്റെ മൊബൈൽ ഫോണിൽ വന്ന ആ വീഡിയോ വസുന്ധരാമയെയും ആദിത്യനെയും എല്ലാവരെയും കാണിക്കണം. അവരാ വീഡിയോ കണ്ടതോടെ ആദിത്യനും വസുന്ധരാമയും ഒക്കെ ആകെ ടെൻഷനിലായി. ഐശ്വര്യ മനഃപൂർവ്വം അവിടെ ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചു മാറ്റിക്കുന്ന ആ ഒരു കാഴ്ച കൃത്യമായി തന്നെ തന്റെ മൊബൈലിൽ വന്ന ആ വീഡിയോ ആ മേഡം ഐശ്വര്യയെ കാണിച്ചു. ദാ ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് പറ ഇനി ആരുടെ എതിരെയാണ് ഞാൻ ആക്ഷൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് തന്റെ ഫോണിൽ വന്ന വീഡിയോ ഐശ്വര്യയെ കാണിച്ചതോടെ ഐശ്വര്യ നാണം കെട്ട് തല കുനിച്ചു നിൽക്കുമ്പോൾ ശ്യാമ പകയോടെ തന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയതിനുള്ള കലിയോടെ ഐശ്വര്യയെ ശ്യാമ നോക്കുന്നു.